നമസ്കാരം. എന്തരാണല്ലേ? ഇടുക്കി വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ ഒളിക്യാമറ. ഇപ്പൊ എന്താ പറഞ്ഞ? വനിതാ പോലീസ് വസ്ത്രം മാറുന്ന ദൃശ്യങ്ങൾ പകർത്തിയ പോലീസുകാരൻ അറസ്റ്റിൽ. കഷ്ടായിപ്പോയി. വെടിവെച്ച് കൊല്ലണപ്പ അതിനെ. പോലീസുകാരനാണെന്ന് വിചാരിച്ച് എന്ത് തെമ്മാടത്തരം കാണിക്കാവുന്നു തെണ്ടികൾ. വണ്ടിപ്പെരിയാർ സ്റ്റേഷനിലെ വൈശാഖാണ് പിടിയിലായത്. ദൃശ്യങ്ങൾ പോലീസുകാരിക്ക് ഇയാൾ അയച്ചു നൽകിയതോടെ പരാതി നൽകുകയായിരുന്നു. ഇവരെ പോലുള്ള പബ്ലിക് ന്യൂസൻസുകളെ ഓൺ ദ സ്പോട്ടിൽ വെടിവെച്ച് കൊന്ന് ഇവന്റെ തല തെരുവ് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കണം. രാഹുൽ സുരേഷ് നമുക്കൊപ്പം. രാഹുൽ സുരേഷ്, ഇതൊരു പോലീസ് സ്റ്റേഷനാണോ? എന്താണ് ഇവിടെ നടക്കുന്നത്? രാഹുൽ, എന്താണ് ഈ സംഭവം സംബന്ധിച്ച് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ? എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? സുജയ പാർവതി, കേട്ടുകേൾവിയില്ലാത്തൊരു സംഭവമാണ് വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ നടന്നിരിക്കുന്നത്. സാധാരണ ഈ CCTV ഇത്തരത്തിലുള്ള ഒളിക്യാമറകളൊക്കെ വെച്ച കേസുകളിൽ പ്രതികളെ പിടികൂടേണ്ട പോലീസാണ് അതേ കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തിൽ ഇന്നലെയാണ് അതേ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. വണ്ടിപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള വൈശാഖനാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പിടിയിലായിരിക്കുന്നത്. നാട്ടിലും വീട്ടിലും എപ്പോഴാണ് ഇയാൾ ഈ ഒളിക്യാമറ അവിടെ വെച്ചത് എന്നതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. ഇതിൽ ശേഖരിച്ച ദൃശ്യങ്ങൾ അതേ പോലീസ് സ്റ്റേഷനിലെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ സംഭവം പുറത്തറിയുന്നത്. അതിനുശേഷം ഈ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ അവിടുത്തെ CIക്ക് തന്നെ പരാതി നൽകുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇവിടെ വെച്ചിരുന്ന ഈ ഒളിക്യാമറ കണ്ടെത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. ഈ പോലീസ് ഉദ്യോഗസ്ഥനെ റിമാൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇനി ഒന്നുമില്ലല്ലോ പറയാനെ കൊണ്ട്? ഒന്നുമില്ല, പോവാ. അങ്ങനെ പോവല്ലേ? അപ്പം കോൺഗ്രസ് പിരിച്ചുവിട്ടിരിക്കുന്നത് പോയി.